എവിടെ ഇത് ഞാൻ കണ്ടില്ല. ഞങ്ങൾ ഇന്ന് ഫോട്ടോ വെച്ച് വരെ ഒന്ന് കറങ്ങാൻ പോവുകയാണ്. വെറുതെ ഇന്നൊരു ദിവസം അങ്ങനെ ഇരുന്നപ്പോ ഒന്ന് എല്ലാവർക്കും കൂടി ഒന്ന് കറങ്ങാൻ പോവാന്ന് വിചാരിച്ചു. മാള് വിട്ട് കൂടെ ഞങ്ങൾ ഒരു അതെ ബ്ലാക്ക് ഇട്ടാണ് ഞങ്ങള് പോണത്. ഒരു കാര്യമില്ല, ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തൊന്നുമില്ല. ഡ്രസ് ഇട്ടവളുടെ വീട്ടിൽ ചെന്നപ്പോ അവൾ എന്നെ പോലെ തന്നെ അതെ ഞങ്ങൾ ബ്ലാക്ക് ഇട്ട്. ഒരുത്തിനെ കൂടി ഇനി പിക്ക് ചെയ്യണം. അവളിനി എന്ത് കളറായിട്ടേക്കണെന്ന് അറിയില്ല. അവളും ഇനി ബ്ലാക്ക് ആണോന്ന് അറിയില്ല. അവള് അപ്പൊ രക്ഷപ്പെട്ട് ബ്ലാക്ക് അല്ല ഇട്ടേക്കണം. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. അതെ ഇതാണ് ശ്രീകുട്ടി. ബസ്സും വരുന്നുണ്ട്. വാട്ട് ടൈമിങ്. ബസ് വരുന്നുണ്ട്. ചേർത്തല നോക്കുമ്പോഴേ ഞങ്ങള് ഫോട്ടോ വെച്ച് എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലൊരു അന്തേരം കിട്ടിയിട്ടുണ്ട്. മിക്കവാറും ഞാൻ റോറോയില് കൊണ്ടുപോകും വെള്ളം കാണിച്ചു തരാന്നും പറഞ്ഞു. ഞങ്ങള് നേരെ തോപ്പുംപടി വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒന്ന് മിണ്ടാതിരിക്കോ. തോപ്പുംപടി വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞങ്ങള് ഫോട്ടോ വെച്ച് ബസ്സിൽ ഞങ്ങളിപ്പോ ഫോട്ടോ വെച്ചിലോട്ട് എത്തി. നിനക്ക് കണ്ണ് കാണാൻ മഴക്കാറുണ്ട് കേട്ടോ. ആ ഗ്ലാസ് ഊരിട്ട് നോക്കി. റോക്കീനെ പോലെ ഉണ്ടെന്ന് പറയാൻ പറ്റൂല. അവൻ ഡോബർമാനാ. എവിടെ ഇത് ഞാൻ കണ്ടില്ല. നോക്കട്ടെ എടി എവിടെ എടി പാമ്പ്? അല്ല എന്റെ തല എവിടെ? സോറി തല മർമേഡ്. പക്ഷെ മർമേഡിന്റെ വാലിന് നല്ല വണ്ണുണ്ട്. കൊള്ളാല്ലേ മെർമെയ്ഡ്. ഇവിടെ കേറാവെന്ന് അറിയില്ലട്ടാ. റിസ്ക് എടുക്കണ്ട വെറുതെ. നമുക്ക് ഇവിടെ ഉച്ച ടൈം ആയതുകൊണ്ടോന്ന് ഭയങ്കര അത്ര വലിയ തിരക്കൊന്നുമില്ല അല്ലേ? കുഴപ്പമില്ല. നല്ല നമുക്ക് മാത്രമേ ഈ വെയിലത്ത് പോണ സുഖമുള്ളൂ. സത്യം. കൊട ബാഗിലുണ്ട്, പക്ഷെ ഞങ്ങളത് എടുക്കില്ല. ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഔട്ട്ഫിറ്റ് ഒന്ന് കണ്ടോട്ടോ. പിച്ചൊക്കെ എടുത്തിട്ട് എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടം. നല്ല കാണാൻ പോയി കേട്ടാ. അപ്പൊ ഗൈസ് ഇത് തിരികെ ക്യാമറ തിരികെ. ഇതാണ് സാബു ചേട്ടൻ. അപ്പോൾ സാബു ചേട്ടൻ ബീച്ചിലേക്ക് നടക്കുകയാണ്. ഇപ്പൊ നമ്മൾ മീൻ മാർക്കറ്റിലാണ്. നിങ്ങൾക്ക് വെറൈറ്റി മീൻ കാണിച്ചു തരാം. ദിസ് ഈസ് കരിമീൻ. അത് മാത്രമേ ഉള്ളൂ. സൈഡിൽ കൂടി കാണാൻ നമുക്ക് കടൽ. 2000 വെച്ചിട്ട് നോക്കും കേട്ടോ. നമ്മളെ പോലെ തെണ്ടാൻ വന്ന 4 പേരാണ് മുന്നിൽ പോകുന്നത്. ഞങ്ങള് 100 രൂപ ബഡ്ജറ്റിൽ എവിടെ കറങ്ങാന്ന് പറഞ്ഞ് തീരുമാനിച്ചപ്പോ ഞങ്ങൾ എടുത്താണ് ഫോട്ടോ വെച്ച്. കാരണം എന്താ തോപ്പുംപടി വഴി ബസ് ഉണ്ട്. ഞങ്ങൾ നമുക്കൊരു ടെമ്പിൾ ഡേറ്റിന് പോവാം. അടുത്തായിട്ട് ഞങ്ങൾ ടെമ്പിൾ ഡേറ്റിന് പോവാം. കുറച്ച് EM മേടിച്ചാൽ ആ പരിപാടി നടക്കുള്ളൂ. ബീച്ചിൽ പക്ഷെ ഇപ്പൊ ഇറങ്ങാൻ പറ്റൂല. ഭയങ്കര വെയിലാണ്. അടിപൊളി ബീച്ചായിരുന്നു. ബാക്കിലേക്ക് കുറച്ച് ഈ ഒരു ടൈമിന് നല്ല വെയിലും ഉണ്ട്, പക്ഷെ നല്ല രസമുണ്ടല്ലേ കടല് കാണാനായിട്ട്. ബീച്ച് സൈഡ് അടിപൊളിയാ. പക്ഷെ ഈ വെയിലത്ത് അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
സൂപ്പറാണ് ഇപ്പൊ. നല്ല രസമുണ്ട് കാണാനായിട്ട്. കടലാണ്, നല്ല രസമുണ്ട്. നല്ല മഴക്കാറ് തുടങ്ങിയിട്ടുണ്ട്. മഴക്കാറല്ല, മഴ പെയ്ത്. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണുള്ള അവസ്ഥ. പിന്നെ അങ്ങനെയല്ലാണ്ട് ഞങ്ങളെ പിന്നെ എങ്ങനെ നോക്കണം? നാട്ടുകാർ സൈഡിൽ നിന്ന് നോക്കണം. പിന്നെ അങ്ങനെ ചെങ്കൽ ചോരയാണ് നമ്മൾ കാണുന്നത്. ചെങ്കൽ ചോരേ? അത് പെയിൻ. അബ എന്താ ഉദ്ദേശിച്ചത്? അങ്ങനെ പറ. ഇതിനെന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായിട്ട്. നീ ആ പാട്ടാൻ നിർത്തോ? നിക്കിങ്ങനെ അങ്ങനെ നിക്കാനല്ല, നടന്നു. ഇവിടെ കഫേയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് കയറില്ല, കാരണം ഞങ്ങളുടെ 100 രൂപ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ്. ഞാൻ സംസാരിക്കാത്തത്. അവള് ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കുമ്പോൾ ഒന്നും മിണ്ടൂല്ല. അല്ലാത്തപ്പോ ഇങ്ങനെ എന്തേലും പറഞ്ഞു. ഞാൻ ഇൻവെർട്ടറാണ്. നീ ഇൻവെർട്ടർ അല്ല, നീ ജനറേറ്റർ. എടി ഇവിടെ ഇൻവെർട്ടറാണ്. ഇൻവെർട്ടർ ഇവളോ? ഇവിടെ ജനറേറ്റർ. അതെ അതെ, സൗണ്ട് കൂടിയ പിന്നെ മച്ചാണ് ഫ്രിഡ്ജൊക്കെ കൊണ്ടുവന്നിട്ടേക്കണ്. ഒരു ഫ്രിഡ്ജാണ് കിടക്കുന്നത്. ആരോ കടലിൽ കളഞ്ഞിട്ട് അത് വന്ന് അടിച്ച് കയറിയതാന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ മോഡൽസ് ഒക്കെ വന്നിങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കും. ഞങ്ങളിവിടെ ഫോട്ടോഷൂട്ട് തുടങ്ങി. ശ്രീകുട്ടിയുടെ ക്ലിപ്പാണ് അവിടെ തലയിൽ വെച്ചേക്കണം. മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ തലയിരിക്കുന്ന ഗ്ലാസും വേറെ ആരുടെയാണ്. ഞങ്ങള് മാസ് കളിച്ച് വന്നപ്പോ മഴ പെയ്യുന്നു. ഞങ്ങളൊരു കടയുടെ ഫ്രണ്ടിൽ കയറി നിൽക്കുക. ശ്രീകുട്ടി ഡ്രസ് എടോ പെനിയടോ. അന്ന് അവിടെ കയറാം. പെനിയിലേക്ക് ഐസ് ക്യാൻഡി. ഞാൻ ശ്രീകുട്ടി പെനി പോവാം പറയട്ടെ. എന്നിട്ട് ശ്രീകുട്ടി കൊടയുടെ റാപ്പിഡോയാണ്. റാപ്പിഡോ കുട്ട എന്താ കുഞ്ഞിക്കൊടയാണല്ലോ ഇത്. ഞങ്ങക്ക് 3 പേർക്കും കയറാൻ പറ്റാത്തതുകൊണ്ട് ഒരാളെ ഡ്രോപ്പ് ചെയ്തിട്ട് അങ്ങനെയുള്ള പറയാൻ പറ്റില്ല. എന്നെ പിക്കാൻ ഞങ്ങൾ പെനിയിൽ കയറിയേക്കണം. നോർമലി ഒരു കുട ഇത്ര ഉണ്ടോ? അയ്യോ തിരിഞ്ഞു. നീ ഏതാ? നല്ല ലെമണേഡ്. എന്നെ കാണുന്നുണ്ടോ? ഗ്രീൻ ആപ്പിൾ. ഞാൻ കാരമൽ പോപ്രോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കാണപ്പെട്ട ദേവിയുടെ ശബ്ദം. മേടിച്ചു. നല്ല ഫ്രഷ് പൈനാപ്പിളായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട്. റോറോ ഉണ്ടാവോ ഈ സമയത്ത്? 100 രൂപ ബഡ്ജറ്റുമായിട്ട് വന്ന ഞങ്ങൾ തിന്നാൻ വേണ്ടി മാത്രം 100 രൂപ ഫുള്ള് എടുത്ത്. ഒന്നും തിന്നൂല്ല. നമ്മൾ വായടച്ച് പിടിക്കുമെന്ന് പറഞ്ഞാൽ പോകുന്നത്. പെനി കണ്ടപ്പോ ഞങ്ങള് പെനിയിൽ കയറി. അത് കഴിഞ്ഞപ്പോ പൈനാപ്പിൾ വാങ്ങിച്ച് 1 രൂപ വെള്ളം വാങ്ങിച്ച്. ഇനി കുറച്ച് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാനായിട്ട് സ്പോട്ട് നോക്കി നടന്നുകൊണ്ടിരിക്കുക. 4 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് നടക്കാനായിട്ട്. അതെ, ഇവിടെയാണ് എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലം. ഓൾഡ് ഹാർബർ ഹോട്ടൽ ഇവിടെയാണ് ഫോട്ടോസ് എടുക്കുന്ന സ്ഥലം. സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കും വന്നിട്ട് എല്ലാവരും. അടുത്ത സ്പോട്ട് ഞങ്ങളെത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. Few hours later.
നീ ഞാനും തെരുവിലെ സത്യങ്ങൾ സ്വാതന്ത്ര്യമാക്കാമെന്നോ എന്തോ പൊളിഞ്ഞു പോയി. കൊള്ളാല്ലേ അത്? നൈസ് തോട്ട്. യാ അമ്മു ഇപ്പൊ നൈസായി. ബിഗ് ബി ഷൂട്ട് ചെയ്ത വീട് ഇതാണ്. മമ്മൂക്ക താമസിച്ച വീട്. എനിക്ക് മമ്മൂക്കേനല്ലേ, എനിക്ക് മറ്റേ ചെറുക്കനെ ഇഷ്ടം. എനിക്ക് മറ്റേ ഏതോ ചെറുക്കനേക്ക. ഇത് ഏത് പാട്ട്? നീ ബിഗ് ബിയിലെ പാട്ടൊന്നും അല്ല. നീ അടിച്ചല്ലേ കണ്ടേക്കണേ, എനിക്ക് മനസ്സിലായി. അയ്യോ ചെറുക്കന്റെ പേര് ഞാൻ പറഞ്ഞില്ല. ബിജോയ്. ബിജോയ് എടി അത് ആരാന്നറിയോ? സിമ്രാന്റെ അനിയന. സിനിമ മറ്റേത് മറ്റേ മമ്മൂട്ടിയും പുള്ളിയും കൂടി അവരഭിനയിക്കുകയാണ് ബിഗ് ബിയിലെ പാട്ട്. ഒരു വാക്കും മിണ്ടാതെ. ഒന്ന് കാണിച്ച്. കുറച്ച് വട്ടറുള്ള പിള്ളേരാണ്, ഒന്നും വിചാരിക്കരുത്. ഇതൊരു ആന്റിക് ഷോപ്പാണ്. ഇവിടെ ഇങ്ങനെ കുറെ ഷോപ്പുകളുണ്ട്. ആവശ്യമുള്ള ആൾക്കാർക്ക് ഇവിടെ ഒന്ന് ഷോപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ കൊറേ ഷോപ്പുകളുണ്ട് സൈഡില്. പൈസ ഉള്ള ആൾക്കാർക്ക് വന്ന് മറ്റേ സാധനം മറ്റേ ഇഞ്ചി വെക്കാനാണെന്ന് പറയല്ലേ മറ്റേ പുള്ളി. ഇഞ്ചി സാന്ത് മഞ്ഞൾ സാന്ത് പടറി. മാറിയിക്കല്ലേ, വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ഇരുന്ന് ഞാൻ പോകും. നീ എവിടെ പോണ? ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഇവിടെ ഇങ്ങനെ കൊറേ ഷോപ്പുകളുണ്ട്. അവൻ ഇന്നലെ എന്നോട് 100 ചോദിച്ചു. ഇവിടെ ഇങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഞങ്ങള് സമൃദ്ധിയിൽ വന്നേക്കുവാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. ഫോട്ടോ വെച്ച് സമൃദ്ധി. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ഓർഡർ ചെയ്യുന്ന ആൾ. ഇത് എനിക്ക്, ഇത് അവക്ക്, ഇവക്ക് സുഖിയം മതിയെന്ന് ഇവക്ക്. പാവം. അതെ, പാവം ഞങ്ങളുടെ ശ്രീകുട്ടിയാണ്. അവള് ജനറേറ്റർ ആയതുകൊണ്ടായിട്ടാണ് ഞങ്ങൾ ഇൻട്രോവേർട്ടാന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞ അവള് ജനറേറ്റർ. അതവിടെ കുടിച്ചോണ്ടൊക്കെ. എങ്ങനെയുണ്ട്? തിരിച്ചു പോവാൻ വേണ്ടിട്ട് ഞങ്ങളിപ്പോ തോപ്പുംപടിയില് പോസ്റ്റാണ്. ബസ്സിന്റെ അരൂരിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് മാത്രമേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ പോസ്റ്റ് ആയിട്ട് നിൽക്കുക. ഇതിനെ നേരത്തെ വീട്ടിൽ കയറ്റണോന്നാണ് അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു തലക്ക് സുഖമില്ലാത്ത കുട്ടിയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ തിരിച്ചു പോകുന്നു ഫോട്ടോ വെച്ചിരുന്ന് കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. അതാരും കാണുന്നില്ല. ഞാൻ ഒറ്റ ആറ്റിറ്റ്യൂഡ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആയിരുന്നു. എത്ര പേര് നമ്മൾ ടോട്ടലി? 307 രൂപ. 3 പേരും കൂടി 307 രൂപയൊക്കെ ഞങ്ങള് ഫോട്ടോ വെച്ച് വന്നു. അതി കുറച്ചായിട്ടുള്ളൂ. കണക്ക് പിന്നെ പറയട്ടെ, കണക്ക് തെറ്റിയായിരുന്നു ചെറുതായിട്ട്. ഞാൻ പറഞ്ഞു എന്തായാലും 500 രൂപയുടെ ഉള്ളില്, 400 രൂപയുടെ ഉള്ളില് കണക്ക് ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ട്. 300 അല്ല, 300 രൂപയുടെ ഉള്ളില്, അതായത് 200
92 292 9 രൂപ നമ്മളിപ്പോ തീർക്കും. ഞങ്ങള് ബസ്സിൽ ഇനി തോപ്പുംപടിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി അരൂരേക്ക് പോകണം. ബസ് വന്നാൽ ഉടനടി ഞങ്ങൾ പോകുന്നതായിരിക്കും. ബസ് അരൂര് എത്തിയിട്ടുള്ളൂ. ബസ് അതിങ്ങോട്ട് തിരിച്ച് പറഞ്ഞു. ഞങ്ങള് ബസ് പിടിക്കാൻ വേണ്ടി അടുത്ത സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കണം. ഭയങ്കര കഴിവാണ് ഞങ്ങൾ. നമ്മള് നോക്കുമ്പോഴേ അതെ, തോപ്പ് പിടിച്ചത് ഇറങ്ങും. തിരക്ക് കുറക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ചെല്ലണത്. തിരക്കുറക്കാനായിട്ടുള്ള അങ്ങോട്ട് നോക്ക് നിങ്ങൾ. അല്ല, ഇത്ര ആൾക്കാരെ കയറ്റിട്ട് വേണ്ട അങ്ങോട്ട് പോവാനായിട്ട്. നല്ല തിരക്കുണ്ട് അവിടെ. എത്തുമായിരിക്കും. ഞങ്ങൾ തിരിച്ച് പ്രിയദർശിനിയിലാണ് വന്നത്, തോപ്പുംപടിയില്. എന്റെ പൊന്നെ, എന്തൊരു ഹൊറിബിൾ യാത്രയാണെന്ന് അറിയാതു. ഭയങ്കര ഇത്ര മോശപ്പെട്ടൊരു യാത്ര എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് ഇപ്പോഴത്തെ ഗവൺമെന്റിനോട് ചോദിക്കാനുള്ളത്, ഞങ്ങൾ ആരെങ്കിലും സമരം ചെയ്തായിരുന്നോ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് തന്നെ? അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് യാത്രകൾ ഞങ്ങൾ ആരോടെങ്കിലും ആവശ്യപ്പെട്ടായിരുന്നു? ഞങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അവര് ഗവൺമെന്റ് വരുന്നതിന് മുന്നേ കുറെ വാഗ്ദാനങ്ങൾ തന്നതിൽ ഒരെണ്ണമായിരുന്നു ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് യാത്ര വന്നു. അല്ലാതെ ഞങ്ങൾ ആരും പോയിട്ട് സമരം ചെയ്തിട്ടില്ല. അയ്യോ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെയെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആ ബസ്സിൽ കയറിയ സമയം തൊട്ട് തന്നെ അതിലിരിക്കുന്ന ചേട്ടന്മാർ, ഞങ്ങൾ ഒരു സീറ്റിൽ പോലും ഞങ്ങൾ ഇരുന്നിട്ടില്ല. ഞങ്ങൾ നിന്നാ പോന്നെ. ഞാനിങ്ങനെ പറഞ്ഞു, നമുക്ക് ബസ്സിൽ കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സീറ്റ് കിട്ടണ്ട, നമുക്ക് നിന്നിട്ടാണെങ്കിലും വരണം. കാരണം തോപ്പുംപടിയിൽ നിന്ന് അരൂരോട്ട് നമുക്ക് ആ ബസ്സിലൊക്കെ മാത്രമേ വരാൻ പറ്റുള്ളൂ. അത്രയും നേരം ഞങ്ങൾ കുറെ സമയം ആ ബസ്സിൽ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് കിട്ടിയ ബസ്സാണ്. വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അധികം പ്രായമില്ലാത്ത ആൾക്കാർ, അതായത് പ്രായമില്ലെന്ന് ഞാൻ ഉദ്ദേശിക്കണം, ഒരു 40 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ബാക്കി കുറച്ച് പ്രായമായ ആൾക്കാർക്കാണ്. എന്തായാലും നമ്മള് വീട്ടിൽ കാറ് അല്ലെങ്കിൽ ബെൻസ് ഉള്ള ആൾക്കാരാ, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൈസ ഉള്ള ആൾക്കാരൊന്നുമില്ല. നമ്മളും പാവപ്പെട്ട ആൾക്കാർ തന്നെയാണ്. നമ്മളിട്ട് ഡ്രസ്സിന് വരെ ജഡ്ജ് ചെയ്ത് അവർ സംസാരിക്കണം. അതായത് നമുക്ക് ഇടാനായിട്ട് ഡ്രസ്സെല്ലാം ഉണ്ട്, മേടിക്കാനുള്ള കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വണ്ടിക്ക് കൂടെ. അതായത് നമുക്ക് നമ്മുടെ അവകാശമല്ലേ. നമുക്കിത് അവർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്ത്രീകളായതുകൊണ്ട് ഞങ്ങൾ ആ ബസ്സിൽ കയറി ഞങ്ങൾ യാത്ര ചെയ്തു. അതിന്റെ പേരിൽ ഇനി പറയാനൊന്നുമില്ല. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ അവർ പറയുന്നതാണ്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ടിക്കറ്റും തന്നെ നിങ്ങൾക്ക് ഇരിക്കുകയും ചെയ്യണമെന്ന്. ഞങ്ങളുടെ സീറ്റ് പോലും ഞങ്ങൾ വേണമെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് വീട്ടിലെത്തുക അത്ര ഞങ്ങൾ പറഞ്ഞോളൂ. ഒന്നും മിണ്ടിയില്ല. കാരണം ഓൾറെഡി ഞങ്ങൾ ഈ ആൾക്കാരുടെ ബാക്കിൽ നിന്നുള്ള ആൾക്കാരുടെ ചീത്തവിളി എല്ലാം കേട്ട് മടുത്തിട്ടാണ് ഞങ്ങൾ ഇരുന്നോണ്ടിരുന്നത്. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് ബസ്സിരുന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആണുങ്ങൾ. ഞാൻ പറഞ്ഞത്, അവരാ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ കാറോ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ ബസ്സിൽ യാത്ര ചെയ്തത്. അവരുടെ വീട്ടിലെ സ്ത്രീകളും ഇതുപോലെ തന്നെ യാത്ര ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഫ്രീ ആയിട്ട് ബസ്സിൽ കയറുന്നു എന്ന് പറഞ്ഞാൽ എന്ത് മോശമായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഞങ്ങള് രാവിലെ അത്രയും ഹാപ്പി ആയിട്ട് പോയി വന്ന ആൾക്കാർ ആ ബസ്സിൽ നിന്ന് അത്രയും, അതായത് തോപ്പുംപടി മുതൽ അരൂര് വരെ ഞങ്ങൾ അത്രയും വിഷമിച്ചാണ് ഞങ്ങൾ 3 പേരും വന്നത്. ഞാൻ ഗവൺമെന്റിനോട് ചോദിക്കണത്, എന്തിനാണ് ഇത് ഫ്രീ ആയിട്ട് തരാൻ പോയത്? കുറെ ആൾക്കാർക്ക് ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. പക്ഷെ ആ ചേച്ചിമാരെല്ലാം ഈ ചീത്തവിളി കേട്ടിട്ടായിരിക്കും പണിയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോണത്. എല്ലാ ആണുങ്ങളെയും അടച്ചാക്ഷേപിക്കുന്നില്ല, പക്ഷെ വളരെ കുറച്ച് ആൾക്കാരുണ്ടാവും. പക്ഷെ ഞങ്ങളുടെ ബസ്സിലുണ്ടായിരുന്ന ഭൂരിഭാഗം ആണുങ്ങളും ബാക്കിൽ നിന്ന് വെച്ച ആൾക്കാർ ഭയങ്കര മോശമായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഗവൺമെന്റിന് ഇത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറെ പേര് ഇതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. ഞങ്ങൾക്കും അതുപോലെ തന്നെ ഇന്ന് ഭയങ്കര മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്.